ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ ജനനത്തോടെ ഭൂമിയിലേക്ക് ദൈവീകമായിട്ടുള്ള സമാധാനം കടന്നു വരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും. ദൈവീകമായ സമാധാനം, ദൈവം നൽകുന്ന സമാധാനം, ജീവിതത്തിൽ കൃപയുള്ളപ്പോൾ നിലനിൽക്കുന്ന സമാധാനം, അതേക്കുറിച്ചാണ് മാലാഖമാർ പാടുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ആരോട് സംസാരിച്ചാലും കൂടുതൽ പേർക്കും പറയാനുള്ളത് സമാധാനമില്ലാത്ത പല കാര്യങ്ങളാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടബാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊരു സമാധാനവുമില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച്, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊരു സമാധാനവുമില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയുടെ ദുശീലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. ചിലർക്ക് അവരുടെ മക്കളെക്കുറിച്ചും അവരുടെ ജീവിതശൈലികളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ സമാധാനമില്ല. ചിലർക്ക് അവരുടെ ജോലിയിടങ്ങളിൽ സമാധാനമില്ല. അതോടൊപ്പം മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ അവർ എഴുതുന്ന പരീക്ഷകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സമാധാനമില്ല. ഇതൊന്നുമല്ലാതെ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ വഴി സമാധാനം നഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്. അതോടൊപ്പം സ്വന്തം ജീവിതത്തിലെ ദുശീലങ്ങളെക്കുറിച്ചോർത്ത്, തഴക്കദോഷങ്ങളെക്കുറിച്ചോർത്ത് സമാധാനമില്ലാതെ കഴിയുന്നവരുമുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം. എല്ലാവരും ജീവിതത്തിൽ ഉണ്ടായിക്കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സമാധാനം. പക്ഷെ പലപ്പോഴും ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യമായി പോകുമ്പോൾ കർത്താവിൻ്റെ ക്രിസ്മസിനോടനുബന്ധിച്ച് കർത്താവിൻ്റെ ദൂതന്മാർ, മാലാഖമാർ നമുക്ക് തരുന്ന വലിയൊരു പ്രത്യാശയുടെ സന്ദേശമാണ്: ദൈവകൃപയുള്ളവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്, ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമുണ്ട്. ഉള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള സമാധാനം നിലനിൽക്കുന്നതും ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുന്നതും ദൈവകൃപയിൽ ആയിരിക്കുമ്പോഴാണ്. ഞാൻ നോർത്ത് ഈസ്റ്റിൽ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ബോർഡറിൽ, സ്റ്റേറ്റിൻ്റെ ബോർഡറിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരനെ കാണാനിട വന്നു. അപ്പോൾ അദ്ദേഹം വളരെ അസ്വസ്ഥനായിട്ട് പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നതാണ്. അദ്ദേഹം യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഈ അതിർത്തിയിൽ പോയിട്ട് പലപ്പോഴും നല്ല തണുത്ത കാലങ്ങളിൽ, കണുത്ത കാലാവസ്ഥയിൽ ചിലപ്പോൾ അവിടെ ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ടാവാം, ആക്രമണങ്ങളുണ്ടാകാം. ചിലപ്പോൾ മരിച്ചു കിടക്കുന്നവരുടെ ശരീരങ്ങൾക്കൊക്കെ കാവൽ നിൽക്കേണ്ട അവസ്ഥ വരാം. അങ്ങനെ പല കാര്യങ്ങൾക്ക് വന്ന് ഈ വ്യക്തി, അദ്ദേഹം ഭയത്തിനടിമയായി മാറി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം അങ്ങനെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ട് ഭയത്തിനടിമയായപ്പോൾ ആദ്യം അദ്ദേഹം മദ്യപിച്ചു നോക്കി, ഇതൊക്കെ ഒന്ന് മറക്കാനും ഈ ഭയത്തെ അതിജീവിക്കാനും. പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ചില മന്ത്രവാദങ്ങളും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ചില ചരടുകളൊക്കെ കൈകളിൽ കെട്ടി പോയാൽ ഭയമുണ്ടാവുകയില്ല, അല്ലെങ്കിൽ നല്ല സമാധാനമുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ കുറച്ച് കാലങ്ങൾ അദ്ദേഹം ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ അദ്ദേഹം കടന്നുപോയി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ കുറേ ചരടുകളൊക്കെ ഉണ്ട്. അതേസമയം അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു, പോയി കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് വാ. കാരണം അദ്ദേഹത്തിന് ഉറക്കമില്ല, സമാധാനമില്ല, അദ്ദേഹത്തിൻ്റെ മാനസിക നിലയൊക്കെ മാറിപ്പോയി. അത് മുതിർന്ന ഉദ്യോഗസ്ഥന് മനസ്സിലായിട്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞ് കുറച്ച് നാൾ, 1-2 മാസം വീട്ടിൽ പോയി അവധിയെടുത്ത് വരാൻ പറഞ്ഞു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അങ്ങനെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പങ്കുവച്ചൊരു കാര്യം ഇതായിരുന്നു: അദ്ദേഹം ആദ്യ നാളുകളിലൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവത്തിൻ്റെ വഴികളിലൂടെ ജീവിക്കുമായിരുന്നു, കർത്താവിൽ ആശ്രയിച്ചിട്ടാണ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരുന്ന ജോലി ചെയ്തിരുന്നത്.
പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു, ദൈവാശ്രയം കുറഞ്ഞു, അദ്ദേഹം പല ദുശീലങ്ങൾക്കൊക്കെ അടിമയായി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടതും അദ്ദേഹം ഭയത്തിന് അടിമയായി തീർന്നതും. പിന്നീട് അതിനുശേഷം ഈ ഭയം മാറാനും സമാധാനം കിട്ടാനും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു. അതിനുശേഷം പല അന്ധവിശ്വാസങ്ങളോട് കടന്നുപോയി. അതിൻ്റെയൊക്കെ ഫലമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഉള്ള സമാധാനം കൂടെ പോയി. അദ്ദേഹം ഒരു മാനസിക രോഗിയെപ്പോലെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ആ പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ സംബന്ധിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരമൊക്കെ നടത്തി അങ്ങനെ അന്ധവിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം യേശുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരാരാധനയുടെ സമയത്ത് അദ്ദേഹത്തിന് വലിയൊരു സൗഖ്യം കിട്ടുകയും സൗഖ്യത്തിന് അനുഭവം ലഭിക്കുകയും അദ്ദേഹം അവിടെ അത് സാക്ഷ്യം പറയുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഈ അനുഭവമൊക്കെ ഉണ്ടായതിനു ശേഷം അദ്ദേഹം പിന്നീട് ഒരിക്കൽ കൂടെ എന്നെ കാണാൻ വരികയുണ്ടായി. ആ സമയത്ത് ഞാൻ ആ നാളുകളിൽ നാഗാലാൻഡിലാണ് ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്, കൊഹിമയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫാദറെ, ഇപ്പോൾ നല്ല സമാധാനത്തിലാണ് ഞാൻ പോകുന്നത്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ വചനം വായിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ ജപമാല ചൊല്ലുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നല്ല സമാധാനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ സ്നേഹമുള്ളവരെ, കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമാധാനം അത് ദൈവകൃപയുള്ളവരുടെ കൂടെ നിലനിൽക്കുന്ന സമാധാനമാണ്. ക്രിസ്മസായി, ഉണ്ണി പിറക്കുന്നു, ദൈവം എല്ലാവർക്കും സമാധാനം തരുന്നു എന്ന് പറയുമ്പോഴും ഈ ദൈവത്തിൻ്റെ സമാധാനം കടന്നു വരുന്നതും നിലനിൽക്കുന്നതും ദൈവകൃപയുള്ളവരുടെ കൂടെയാണ് എന്നുള്ള വലിയ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പോൾ കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത് ചിലപ്പോൾ കുടുംബത്തിലെ അംഗങ്ങളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ദൈവകൃപയിൽ നിന്ന് അകന്നു പോകുമ്പോഴായിരിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പല വിധത്തിലുള്ള സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും നമുക്ക് വേണ്ട വിധത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവകൃപയിൽ നിലനിൽക്കാനും സാധിക്കാത്ത സമയത്താണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് കടന്നു വന്നപ്പോൾ ദൈവവുമായിട്ട് നമ്മൾ സമാധാനത്തിലായി, അതോടൊപ്പം മനുഷ്യരുമായിട്ട് സമാധാനത്തിലായി എന്നാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ആ സമാധാനം എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയത്? മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ച് ദൈവ വഴികളിൽ നിന്ന് മാറി നടന്നപ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നു കഴിഞ്ഞപ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞപ്പോൾ ദൈവവുമായിട്ടുള്ള സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ സമാധാനം വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് കടന്നു വന്നത്. അപ്പോൾ യേശു എങ്ങനെയാണ് നമ്മളെല്ലാവരെയും വീണ്ടും ദൈവവുമായിട്ടുള്ള സമാധാനത്തിലേക്കും അതോടൊപ്പം ഈ ലോകത്തിലെ മറ്റുള്ളവരുമായിട്ടുള്ള സമാധാനത്തിലേക്കും നമ്മളെ നയിച്ചത്? അതാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കുവാൻ നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അവിടുന്ന് ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി, അപ്പോൾ പാപത്തിലൂടെ നാശത്തിൻ്റെ വക്കിലായിരുന്ന മനുഷ്യർ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി, അവർക്ക് നിത്യജീവൻ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച ദൈവം തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ടാണ് ആ പാപത്തിൻ്റെ ബന്ധനാവസ്ഥയിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് ദൈവവുമായിട്ട് സമാധാനത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, അതിലൂടെ ആ രക്ഷയുടെ സമാധാനം, കൃപയുടെ സമാധാനം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഭവമുണ്ടായി. അതുകൊണ്ടാണ് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച്, ഭാവി രാജാവിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്: എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഏശയ്യാ പ്രവചനത്തിൽ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിങ്ങനെയാണ്: സമാധാനത്തിൻ്റെ രാജാവ്, പ്രിൻസ് ഓഫ് പീസ്.
സമാധാനത്തിൻ്റെ രാജാവ്. അതിനേക്കാൾ കൂടുതൽ നമുക്കൊരു സമാധാനം ലഭിക്കാനില്ല. യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുന്ന സമാധാനത്തെക്കാൾ വലിയൊരു സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനില്ല. അവനാണ് സമാധാനത്തിൻ്റെ രാജാവ്. ഈ സമാധാനത്തെക്കുറിച്ചാണ് മാലാഖമാർ പാടിയത്. ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. സ്നേഹമുള്ളവരെ, പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഈ ലോകത്തിൽ മറ്റെവിടെയെങ്കിലും നമ്മൾ സമാധാനം കണ്ടെത്താൻ പരിശ്രമിച്ചാലും നമുക്ക് ശാശ്വതമായൊരു സമാധാനം നമ്മുടെ ജീവിതത്തിലേക്കോ കുടുംബത്തിലേക്കോ കടന്നു വരികയില്ല. ശാശ്വതമായ സമാധാനം, നിലനിൽക്കുന്ന സമാധാനം യേശു ക്രിസ്തുവിലാണ് നമ്മൾ കണ്ടെത്താൻ പരിശ്രമിക്കേണ്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 16:33 വചനം പറയുകയാണ്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തുവിലാണ് നമ്മൾ ഈ സമാധാനം കണ്ടെത്തേണ്ടത്. യേശുവിൻ്റെ വഴികളിലൂടെയാണ് നമ്മൾ ഈ സമാധാനം കണ്ടെത്തേണ്ടത്. ഈ സമാധാനം യേശുവിൽ നിന്ന് സ്വന്തമാക്കിയ വ്യക്തികൾ മറ്റുള്ളവർക്ക് ഈ സമാധാനം കൊടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5:9 നമ്മളിങ്ങനെ വായിക്കുന്നത്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവപുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് സമാധാനം കൊണ്ടുവന്നു. ദൈവമായിട്ട് സമാധാനം, പരസ്പരം സമാധാനം കൊണ്ടുവന്നെങ്കിൽ ആ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ ദൗത്യം, ആ ദൗത്യത്തിൽ നമ്മൾ പങ്കുകാരാകുകയാണ്. നമ്മളും മറ്റുള്ളവർക്ക് സമാധാനം നൽകുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഈശോയിൽ സ്നേഹമുള്ളവരെ, സമാധാനത്തെ സ്നേഹിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാനും നമുക്ക് ദൈവത്തിൻ്റെ സഹായം പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാം. സമാധാനമില്ലാതെ വലയുന്ന അനേകർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്, ദൈവകൃപയുള്ളവർക്ക് സമാധാനമുണ്ട്, നിലനിൽക്കുന്ന സമാധാനമുണ്ട്. യേശു ക്രിസ്തുവിൽ നിന്ന് നമുക്കത് സ്വീകരിക്കാൻ സാധിക്കും. അയാളുടെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ ദൈവികമായ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്നും ആ സമാധാനം ജീവിതത്തിൽ നിലനിർത്തുവാൻ ദൈവകൃപയിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥന മിശിഹ. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥന മിശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ളപ്പം, ജീവന്റെ സമൃദ്ധി നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നൽകാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഈ ജീവനുള്ളപ്പം നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതങ്ങളിലേക്കും ഇറങ്ങി വന്നിരിക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ നമുക്ക് ആരാധിക്കാം, ഈശോയെ നമുക്ക് സ്തുതിക്കാം, ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്നേഹമുള്ളവരെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവത്തിൻ്റെ ദൂതൻ പാടിയത്, മാലാഖമാർ പാടിയതാണ്, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ ലോകത്തിൽ സമാധാനം ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? ജീവിതത്തിൽ പലപ്പോഴും നമ്മളിൽ പലരും സങ്കടത്തോടെ പറയുന്നത്, കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സമാധാനവുമില്ല, എൻ്റെ കടബാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കൊരു സമാധാനവുമില്ല, അടച്ചു തീർക്കേണ്ട ലോണുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കൊരു സമാധാനവുമില്ല, വിദേശത്തായിരിക്കുന്ന മക്കൾക്ക് ഇനിയും ജോലി ലഭിക്കാത്തതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനമില്ല, പ്രായമായ മക്കളുടെ വിവാഹം നടക്കാത്തതോർക്കുമ്പോൾ സമാധാനമില്ല, ജീവിത പങ്കാളിയുടെ ദുശീലങ്ങൾ ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല, മക്കളുടെ ജീവിതശൈലിയും അനുസരണക്കേടും ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. അതെവിടെ തിരിഞ്ഞാലും സമാധാനത്തിന് വേണ്ടി ദാഹിക്കുന്ന, ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. സ്നേഹമുള്ളവരെ, കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവകൃപയുള്ളവർക്ക് സമാധാനം. ക്രിസ്മസ് ദിനങ്ങളിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയ സത്യം ഇതാണ്, ദൈവകൃപയുണ്ടെങ്കിലാണ് ദൈവത്തിൻ്റെ സമാധാനം നമ്മോട് കൂടെ ഉണ്ടായിരിക്കുക. അതിസ്നേഹമുള്ളവരെ, ദൈവകൃപയുടെ വഴികളിലൂടെ നടക്കാനും ദൈവകൃപ ചോർന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് അനുദപിക്കാനും ദൈവത്തിൻ്റെ വഴികളിലേക്ക് കടന്നു വരാനും അങ്ങനെ സമാധാനത്തിലായിരിക്കാനും നമുക്ക് കഴിയട്ടെ. ദൈവത്തോട് സമാധാനം യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ചുറ്റുമുള്ളവരോടും സമാധാനം യേശുക്രിസ്തുവിൻ്റെ വരവോടെയാണ് നമുക്ക് ലഭിക്കുന്നത്. പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഭിന്നതയിൽ ആയിരുന്ന മനുഷ്യവർഗത്തെ വീണ്ടും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ ഏകസുതനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നൽകുന്ന സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തെയും എൻ്റെ ഭവനത്തെയും നിറയ്ക്കണമേ. ലോകം നൽകുന്ന സമാധാനം അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് തിരിച്ചറിവോടെ ദൈവം നൽകുന്ന സമാധാനം നിറയാൻ, ദൈവകൃപയിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ
കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും എന്റെ കൃപ നിനക്കുമതി കർത്താവിൻ തിരുവചനം എന്റെ കൃപ നിനക്കുമതി കർത്താവിൻ തിരുവചനം അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും 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 ഈശോയെ ദൈവകൃപ ഒഴുകട്ടെ കൃപ ഒഴുകട്ടെ കൃപ നിറയട്ടെ കൃപ നിറയട്ടെ കൃപ നിറയട്ടെ സൗഖ്യമുണ്ടാകട്ടെ അഭിഷേകമുണ്ടാകട്ടെ യേശുവേ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും സുഖപ്പെടുത്തണം അനുഗ്രഹിക്കണമേ കർത്താവേ സമാധാനത്തിന്റെ രാജാവേ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഈ ഭവനങ്ങളെ വ്യക്തികളെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ യേശുവേ ആരാധന മഹത്വം 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 യേശുവേ ആരാധന ആരാധന സ്നേഹമുള്ളവരെ സമാധാനത്തിന്റെ രാജാവ് എന്നാണ് യേശയ്യാ പ്രവാചകൻ ജനിക്കാൻ ഇരിക്കുന്ന ശിശുവിനെ കുറിച്ച് പറയുന്നത്. ഈശോ തന്നെ തിരുവചനത്തിലൂടെ നമ്മളെ പ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. യേശുവിലാണ് യഥാർത്ഥ സമാധാനം. യേശുവിൽ നിന്ന് മാത്രമാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുക. സമാധാനത്തിൻ്റെ രാജാവായ ഈശോയെ, അങ്ങയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ദൈവീകമായ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.